ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗൂഗിൾ എവിടെ പോവാ? കുറച്ച് എമർജൻസി ജോലി പെൻഡിങ് ഉണ്ടായിരുന്നു. നാളെ ഒരു പ്രധാനപ്പെട്ട കേസിന്റെ സാക്ഷി വിസ്തരിക്കാനുണ്ടായിരുന്നു. ആളൊരു പോലീസ് ഉദ്യോഗസ്ഥനാ. സാധാരണ ക്രോസിങ്ങിനൊന്നും അയാളെ പൊളിക്കാൻ സാധിക്കില്ല. അതിന് കുറച്ച് പ്രിപ്പറേഷൻ ചെയ്തേ പറ്റൂ. അല്ല, തനിക്ക് ഉറക്കം വരുന്നിട്ട് താൻ കിടന്നു. ഞാൻ വരാൻ ലേറ്റ് ആവും. ഈ പാല് ഈ ലൈറ്റ് ഓഫ് ചെയ്യണോ? വേണ്ട. ഓ ഓ ഇന്നത്തെ ദിവസം തന്നെ ചാടിക്കേറി ഇങ്ങനെ ചെയ്യണായിരുന്നോ? അമ്മയല്ലേ അവളോട് നിങ്ങൾ ഇന്ന് മുതൽ ഒരു മുറി ഉറങ്ങണമെന്ന് പറഞ്ഞത്? ഞാനത് പ്രാവർത്തികമാക്കി, അത്രേ ഉള്ളൂ. എടി, അവനോട് ആദ്യം സംസാരിക്കണായിരുന്നു. കഴിഞ്ഞ തവണ അവന്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയത് നിനക്ക് ഓർമ്മയില്ലേ? അമ്മ ഇത് അതുപോലെയല്ല. മൊത്തത്തിലൊരു ഫസ്റ്റ് നൈറ്റ് സെറ്റപ്പാ ഞാൻ അവിടെ റെഡിയാക്കിയിരിക്കുന്നെ. അതിലേ അവള് വീണു. ആണാണെങ്കി അവനും വീഴും. എന്റെ അമ്മേ, നിങ്ങൾ രണ്ടുകൂടി എന്തായി കാണിക്കുന്നത്? നാടകമാണോ അതോ പാലയാണോ? എന്റെ ജീവിതം വെച്ചാണോ നിങ്ങൾ കളിക്കുന്നത്? സമൃദ്ധയുടെ കല്യാണ സാരി ഉടുപ്പിച്ച് ഒരു ഗ്ലാസ് പാലും കൈ കൊടുത്ത് അവളെ എന്നെ മുറിലോട്ട് കയറ്റിവിട്ട അവൾ എന്റെ ഭാര്യയാവോ? ആകുമോന്ന്? എന്താ ആകാത്തത്? അവളുടെ മാനസിക പ്രയാസങ്ങളൊക്കെ മാറിയില്ലേ? മോനെ, ഇന്നു മുതൽ നിങ്ങൾ ഒരുമിച്ച് ഉറങ്ങണമെന്ന് ഞാൻ അവളോട് പറഞ്ഞത്. അവളിപ്പോ ശരിക്കും നിന്റെ ഭാര്യയായി മാറിക്കഴിഞ്ഞു. നിങ്ങളൊക്കെ എന്താ വിചാരിക്കുന്നത്? ഇതെന്താ മാജിക് ആണോ? താൻ ആരാണെന്ന് പോലും ഓർമ്മയില്ലാത്ത ആ പാവത്തിനെ നിങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്തു. അപ്പൊ ഞാനോ? എന്നെ കുറിച്ച് നിങ്ങൾ ഓർത്തോ? ഞാനൊരു മനുഷ്യനല്ലേ? എനിക്കെങ്ങനെ അവളുടെ ഭർത്താവാൻ പറ്റും? എന്റെ ഇസബല്ലേ അത്ര പെട്ടെന്ന് മറന്നു കളയാൻ എനിക്ക് പറ്റുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ആവശ്യമില്ലാത്തൊക്കെ മറന്നു കളയുന്നതാ നിനക്ക് നല്ലത്. എങ്ങനെയെങ്കിലും നിനക്കൊരു ജീവിതം ഉണ്ടാക്കി തരാൻ നോക്കുമ്പോ നീ ഒരുമാതിരി പൊട്ടം കളിക്കരുത്. ഇതൊരുമാതിരി പട്ടിയുടെ കയ്യിൽ പൊതിക്കാത്ത തേങ്ങ കൊടുത്ത പോലെയായി. തിന്നുകയില്ല, മറ്റുള്ളവരെ തീറ്റിക്കുകയില്ല. എടാ, ചത്തുപോയവള് ചത്തു. അവളുടെ പേരും പറഞ്ഞ് ഇനി കണ്ണീരൊഴുക്കിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ നിന്റെ ഭാര്യ ഇവളാ. അമ്മ മിണ്ടിപ്പോരുത്. ഒരിക്കൽ ഞാൻ അമ്മയ്ക്ക് വാണിങ്ങി തന്നതാ. എന്നിട്ട് അമ്മ പിന്നെ നിന്ന് ഇവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചു.